ഹായ്, ഒരു കാറിൻ്റെ ഉള്ളിലേ സ്കൈ ഗേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു രസമുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരത് മണ്ഡപ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ 6ാം ഗേറ്റിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ഓട്ടോ എക്സ്പോ നടക്കുന്നത്. നോർമലി വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് മൈതാനങ്ങൾ അത്ര ഇഷ്ടമാവാറില്ല. അവർക്ക് ഇഷ്ടം റോഡുകൾ, റേസ് ട്രാക്കുകൾ, ഓഫ് റോഡ് ട്രാക്കുകളൊക്കെയാണ്. എന്നാൽ പ്രഗതി മൈതാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടില്ലേ? ഇന്ത്യയുടെ വാഹനപ്രേമികളുടെ ഈറ്റില്ലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ആ പ്രഗതി മൈതാൻ്റെ ഭാരത് മണ്ഡപത്തിൻ്റെ മുന്നിലാണ് നമ്മൾ. ഓട്ടോ എക്സ്പോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വാഹനമേളയാണ്. ഇന്ത്യയിലെ നല്ല ശരിക്കും സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ മേളകളിലൊന്നാണ്. ആ മേള ഡൽഹിയിലേക്ക് പ്രഗതി മൈതാനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് പ്രഗതി മൈതാനം ഒന്ന് കാണാം. പിന്നെ ആ മേളയിൽ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഒരു മേള, എക്സ്പോയിലെ 10 പ്രധാന ഐറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ട്രാവലറിൻ്റെ ഓട്ടോ മലയാളം അഥവാ ഓട്ടത്തിലേക്ക് സ്വാഗതം. ഇത്തവണ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ, അതായത് ഓട്ടോ എക്സ്പോ, ദ മോട്ടോർ ഷോ 3 വേദികളിലായിട്ടാണ് നടക്കുക. ഒന്ന് നമ്മൾ ഇരിക്കുന്ന ഭാരത് മണ്ഡപത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള എക്സിബിഷൻ ഹാൾ. 2012 മുതൽ ഇതുവരെ എക്സ്പോ നടത്തിയ ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ മാർട്ട്. 3ാമത്തെ ദ്വാരകയിലെ യശോഭൂമി. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇവിടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററുകളിലൊന്നാണ് ഈ ഭാരത് മണ്ഡപ്. പ്രഗതി മൈതാൻ്റെ ഉള്ളിലാണ് ഇത്തവണ സർവ്വപ്രതാപത്തോടെ നമ്മുടെ ഓട്ടോ എക്സ്പോ തിരിച്ചു വരുന്നത്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയുടെ ഭാഗമായിട്ട് 9 ഷോസ് ഉണ്ട്. അതിലൊന്നാണ് ഓട്ടോ എക്സ്പോ ദ മോട്ടോർ ഷോ. ഓട്ടോ എക്സ്പോയുടെ ഏറ്റവും ശ്രദ്ധേയമായ വേദികളിൽ ഒന്നാണ് ഇത്. ഹാൾ നമ്പർ 1. നമ്മളെ ത്രില്ലടിപ്പിക്കാൻ ഇങ്ങനെ വണ്ടികൾ കാത്തു നിൽക്കുകയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ ഹോൾ നമ്പർ 2 ഉണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ലോഞ്ചുകൾ, ഈവൻറ്റ്സ് ഒക്കെ നടക്കുക. എന്താണ് എക്സ്പോ എന്ന് നമുക്ക് പറഞ്ഞിട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോഴേ കുട്ടികൾ ചോദിച്ചു എന്താ എക്സ്പോ എന്ന്. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് പറയണത്. അപ്പോൾ ബോറടിക്കുകയാണെങ്കിൽ ക്ഷമിക്കാം. എന്താണ് എക്സ്പോ എന്ന് വെച്ചാൽ, വാഹന കമ്പനികൾ തങ്ങളുടെ ശക്തി അല്ലെ അവരുടെ വൈവിധ്യം, ഭാവിയിലേക്കുള്ള അവരുടെ പ്ലാൻസ്, ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു ഷോ ആണത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ വാഹന കമ്പനികളും പങ്കെടുക്കും എന്നാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 8 കാർ കമ്പനികൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട്. എന്നാലും മെയിൻ പ്രീമിയം കാർ കമ്പനികളൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നിൽ കാണുന്ന വേദികളിലാണ് ഓട്ടോ എക്സ്പോ നടക്കുക. ഈ വേദികളിൽ പ്രധാനമായിട്ടും 10 തരത്തിലാണ് അവർ കമ്പനികൾ വാഹനങ്ങൾ പ്രദർശിപ്പിക്കുക. ഒന്നാമത്തത് സമീപ ഭാവിയിൽ വരാൻ സാധ്യതയില്ലാത്ത ഭയങ്കര കോൺസെപ്റ്റ് ലെവലിലുള്ള കാറുകൾ. ഒരു ഉദാഹരണം പറയാം, ലെക്സസിൻ്റെ LF30 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ. അതിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുള്ളത്, സ്കൈ ഗേറ്റ് ഉള്ളത്. സ്കൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സൺറൂഫിന് പകരം റൂഫ് മുഴുവൻ സ്ക്രീന്. അപ്പോൾ അതിൽ നാവിഗേഷൻ കാണാം, നമുക്ക് വോയിസ് കമാൻഡ് വഴി ആ വിഷ്വൽസ് മാറ്റാം. ഇങ്ങനെയുള്ള ഐഡിയ ആയിരുന്നു ലെക്സസിൻ്റെത്. അപ്പോൾ അതാണ് സ്കൈ ഗേറ്റ്. അതൊരു ഭാവിയിലേക്കുള്ള ലെക്സസിൻ്റെ ഒരു ഐഡിയ ആണ്, ഇങ്ങനെ വരാം എന്നുള്ളത്. മാത്രമല്ല അവരുടെ ഡിസൈനേഴ്സിൻ്റെ ഒരു കഴിവും കൂടെ കാണിക്കുന്ന ഒരു മോഡലായിരുന്നു അത്. രണ്ടാമത്തെ ഐറ്റം ഏതാണെന്നറിയോ? പ്രൊഡക്ഷൻ റെഡി കോൺസെപ്റ്റ് കാറുകൾ. അതായത് ഒരു 1-2 വർഷത്തിനുള്ളിൽ വരാവുന്ന മോഡലുകളുടെ കോൺസെപ്റ്റ് ഡിസൈൻ അവിടെ പ്രദർശിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, കഴിഞ്ഞ തവണ മാരുതിയുടെ EVX എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അതാണ് ഈ 2025 അട്രാക്ഷനായി മാറാൻ പോണ ഈ വിറ്റാര. അപ്പോൾ അത് നമുക്ക് വരുന്ന ഏറെക്കുറെ ഉറപ്പാണ്. ടാറ്റയൊക്കെ ഇതിൽ വളരെ മുന്നിലാണ്. അവർ കോൺസെപ്റ്റ് കാർ ഇറക്കുമ്പോൾ തന്നെ ഏറെക്കുറെ അതോട് ചേർന്നുള്ള പ്രൊഡക്ഷൻ മോഡലുകളാണ് ഇറക്കുക. മൂന്നാമത്തെ ഏതാണെന്നറിയോ? പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ന്യൂ മോഡൽസ്. അതിൽ കോൺസെപ്റ്റ് ഒന്നാവില്ല, നിലവിൽ ഓടുന്ന പെട്രോൾ എൻജിൻ ഒക്കെ വെച്ചിട്ടുള്ള പുതിയ മോഡലുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജിംനിയുടെ 5 ഡോർ മോഡൽ കഴിഞ്ഞ എക്സ്പോയിൽ ഉണ്ടായിരുന്നു. അത് ഒരു കൊല്ലത്തിനൊക്കെ അവർ ഇറക്കി. അത് നിലവിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് 3 ഡോർ മോഡലായിരുന്നു. നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ അത് 5 ഡോർ മോഡലായി. അതിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ചും കൂടെ ആയിരുന്നു കഴിഞ്ഞ എക്സ്പോയിൽ. 4ാമത്തത് പുതിയ ലോഞ്ചുകൾ. 2023 എക്സ്പോ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഫ്രോങ്സ് അങ്ങനെ ഒരു മോഡലായിരുന്നു. കമ്പനികൾ അങ്ങനെ പുതിയ കാറുകൾ ഇറക്കും. അത് കോൺസെപ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. 5ാമത്തെ ഏതാണെന്നറിയോ? ഫേസ് ലിഫ്റ്റഡ് മോഡൽസ്. ഇനി 6ാമത്തെ ഐറ്റം എന്ന് വെച്ചാൽ നിലവിലെ മോഡലുകൾ ലൈനപ്പ് എല്ലാം നിരത്തിയിട്ട് ഒരു ശക്തി പ്രകടനമാണ്. 7ാമത്തെ ഐറ്റം ഏതാണെന്നറിയോ? ഇന്ത്യയിൽ ഇറങ്ങാത്ത എന്നാൽ മറ്റു രാജ്യങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന മോഡലുകളുടെ വലിയൊരു എക്സിബിഷൻ. അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നതിൽ കിയാണ് വലിയ ആൾക്കാർ. അവരുടെ ഒരു വൻ നിര അവിടെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ EV, പുറത്ത് ഉള്ള വലിയ സെഡാൻസ്, അതൊന്നും ഇവിടെ ഇന്ത്യയിൽ ഇറക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല ഡൽഹിയിൽ ഉണ്ടടാ പിടി എന്ന് പറയില്ലേ, അതേപോലെ ഞങ്ങൾക്ക്
ഗ്ലോബലി ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ അറിയിക്കുന്ന പ്രദർശനമാണത്. ഇനി എട്ടാമത്തെ ഏതാണെന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ വാഹനങ്ങൾ. അതും ഒരു തരം ശക്തി പ്രകടനമാണ്. ഭയങ്കര രസമാണത് കാണാൻ, ഇത്രയും വലിയ വണ്ടികൾ ഇങ്ങനെ അവരുടെ പവലിയനിൽ ഇരിക്കുക എന്നൊക്കെ പറയണത്. പിന്നെ പവലിയനിലുള്ള വേറെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പം മീഡിയ അല്ലാത്ത ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ അവസാനത്തെ ഐറ്റം എന്താണെന്നറിയോ? സെലിബ്രിറ്റികളുടെ പെർഫോമൻസ് ആണ്. ഇന്ന് എത്ര ടെമ്പറേച്ചർ എന്നറിയോ? 13 ഡിഗ്രി. ഇന്നലെ 14 ആയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ടെമ്പറേച്ചർ കുറയാണ്. പക്ഷേ ഇനി ഓട്ടോ എക്സ്പോ വരുമ്പോൾ മൊത്തത്തിൽ ആ ചൂടാവും. അതായത് വാഹന മേളയുടെ ഒരു ചൂട്. അതേ കണ്ടോ, എല്ലാം ഇങ്ങനെ ഒരുങ്ങി കുട്ടപ്പനായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ 2012 മുതൽ ഓട്ടോ എക്സ്പോ കവർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗ്രേറ്റർ നോയിഡയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഗതി മൈതാനിലെത്തുമ്പോൾ ഓട്ടോ മലയാളത്തിൻ്റെ കൂടെയാണ് 2025. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.